ദർശനത്തിന് ഒരവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം. അത് വരും, നിശ്ചയം താമസിക്കുകയുമില്ല. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ദൈവജനത്തിന്റെ ആധികാരിക മർമ്മങ്ങളെ തുറക്കണമേ. ജനത്തിന് അത് അനുഗ്രഹമായി തീർക്കണം. അവിടുത്തെ കൃപ ഞങ്ങളോട് കൂടെയിരിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ. നമുക്ക് സുപരിചിതമായൊരു വേദഭാഗമാണ് വായിച്ചത്. വിശുദ്ധ വേദപുസ്തകത്തിന്റെ 35-ാമത്തെ പുസ്തകം. 56 വാക്യങ്ങളും 3 അധ്യായങ്ങളുമുള്ള ഈ പുസ്തകം ചെറിയ പ്രവാചക ഗണങ്ങളെ 3ആയി തിരിക്കുന്നുണ്ട്. ഒന്ന് പ്രവാസത്തിന് മുമ്പും, ഒന്ന് പ്രവാസത്തിലും പ്രവാസത്തിന് ശേഷവും. വലിയ പ്രവാചകന്മാരും ചെറിയ പ്രവാചകന്മാരും എന്ന് വേദപണ്ഡിതന്മാർ തന്നെ പഠിപ്പിക്കുന്നു. ഹബക്കൂക്ക് എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ ആശ്ലേഷിക്കുന്നവർ. വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലും ദൈവത്തോട് പറ്റി നിന്നു എന്ന് ഈ വേദഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാവുകയാണ്. അപ്പൊ ഹബക്കൂക്കിന്റെ പൊതുവെയുള്ള സ്വഭാവം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു സ്വഭാവമാണ്. അതുകൊണ്ട് വചനം ഇങ്ങനെ പറയുന്നുണ്ട്, 91 സങ്കീർത്തനം 14-ാം വാക്യത്തിൽ, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ആമേൻ. ദൈവത്തോട് ആര് പറ്റി നിന്നോ അവരെല്ലാം ദൈവം മാനിച്ചിട്ടുണ്ട്, അവരെല്ലാം ദൈവം വിടിവിച്ചിട്ടുണ്ട്. അവന്റെ നാമത്തെ അറിയിക്കാൻ ദൈവം അവരെ ഉയർത്തിയിട്ടുമുണ്ട്. ഇന്ന് കാലഭേദം കൂടാതെ, നേരഭേദം കൂടാതെ ദൈവസേനയിൽ നമുക്കും അവനോട് പറ്റിച്ചേരുവാൻ ഇടയാകുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തിപരമായും ഒരു സഭയായും ഒരു സെൻട്രലായും ദൈവം നമ്മെ മാനിക്കാൻ പോവുകയാണ്. ചില വിഷയത്തിന് ദൈവം പരിഹാരം തരാൻ പോവുകയാണ്, ചിലതിന് ദൈവം വിടുതൽ അയക്കാൻ പോവുകയാണ്. വചനം പറയുന്നത്, അവൻ എന്നോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടിവിക്കും, അവൻ എൻ്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അപ്പൊ ഹബക്കൂക്കിന്റെ പൊതുവായ സ്വഭാവം പ്രതിസന്ധികളിൽ മാറി നിൽക്കാതെ ദൈവത്തോട് അടുത്ത് ചെന്നു. ഈ ചാപ്റ്ററിൽ 3 അധ്യായത്തില് 2 ചോദ്യങ്ങൾ ദൈവത്തോട് ഹബക്കൂക്ക് ചോദിക്കുക. മൂന്നാമത് ദൈവം കൊടുക്കുന്ന മറുപടി അല്ല. തന്റെ ഹൃദയത്തിൽ തോന്നിയ ചോദ്യങ്ങൾക്ക് ദൈവത്തോട് ചോദിച്ചപ്പോൾ ദൈവം കൃത്യമായി അതിന് മറുപടി കൊടുക്കുകയാണ്. ആമേൻ. വായിക്കുന്ന 1-ാം അധ്യായത്തില് ചില ചോദ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. നീ എന്നെ 3-ാം വാക്യം, നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എൻ്റെ മുമ്പിലുണ്ട്, കലഹം നടക്കുന്നു, ശണ്ട ഉളവായി വരും. അതുകൊണ്ട് ന്യായപ്രമാണം അയച്ചിരിക്കുന്നു, ന്യായം ഒരു നാളും വെളിപ്പെടുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ജാതികളുടെ ഇടയിൽ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പിൻ, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. ആമേൻ. ഇപ്പൊ ഹബക്കൂക്ക് വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് വിട്ടുപോയി. ഹബക്കൂക്ക് ഈ ചോദ്യങ്ങൾ ദൈവത്തോട് ചോദിക്കുമ്പോൾ ദൈവം ഹബക്കൂക്കിന് കൃത്യമായ മറുപടി കൊടുക്കുകയാണ്. ആമേൻ. ആ 3-ാം വാക്യം, 2-ന്റെ 3-ാം വാക്യം ഇങ്ങനെയാണ്, ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കാം, അത് വരും, നിശ്ചയം താമസിക്കയില്ല. ഉറപ്പ് കൊടുക്കുകയാണ്. ആമേൻ. നമ്മൾ കാത്തിരിക്കുന്ന വിഷയത്തിന് പരിഹാരമുണ്ടാകും. ആമേൻ. കാലതാമസം കൂടാതെ ദൈവം അതിന്മേൽ പ്രവർത്തിക്കാൻ പോവുക. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? ഹല്ലേലൂയ. ഞാൻ ഈ പ്രാർത്ഥനയിലായിരിക്കുന്നത്, ഞാൻ വെച്ച വിഷയത്തിന് ദൈവം പരിഹാരകനായി എന്നോട് കൂടെയുണ്ട്. ആമേൻ. ദർശനമുള്ളവരാണെങ്കിൽ ആമേൻ അതിന്മേൽ പ്രതികൂലം ഉണ്ടാകും. എന്നാൽ കർത്താവ് പറയുകയാണ്, അത് എത്ര വൈകിയാലും അത് വരിക തന്നെ ചെയ്യും, അതിന്റെ മറുപടി കിട്ടുക തന്നെ ചെയ്യും. അത് നമ്മുടെ അവകാശമാണ്. ദർശനത്തിന് വേണ്ടി നിലനിന്നാൽ ആമേൻ പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ ആമേൻ ദർശനത്തിനായി ഒരുക്കമുള്ളവരായി കാത്തിരിക്കുമ്പോൾ ദൈവം അതിന് മറുപടി കൊടുക്കുകയാണ്. തൊട്ട് താഴത്തെ വാക്യം 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, വിശ്വാസം ഇങ്ങനെയാണ് പറയുന്നത്, നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ആമേൻ. ഒരു നീതീകരണം അവിടെ വെളിപ്പെടുകയാണ്. ദർശനമുള്ളവൻ ദൈവത്താൽ നീതീകരണമുള്ളവനായി മാറും. ആമേൻ. കാലങ്ങൾ, ദിവസങ്ങൾ ചിലത് മാറിയാലും തമ്പുരാൻ പറയുകയാണ്, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. റോമലേഖനം 1-ന്റെ 17-ാം വാക്യത്തിൽ ഉറപ്പോടെ ആ വാക്യം നമുക്ക് നൽകുകയാണ്. ആമേൻ. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശുദ്ധ വേദപുസ്തകത്തിൽ
ദർശനം കിട്ടിയ ചില ഭക്തന്മാരെ വേഗത്തിൽ ഒന്ന് ചൂണ്ടിക്കാണിച്ചിട്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് വിരമിക്കാം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 1-ാം വാക്യത്തിൽ അബ്രഹാം ദൈവത്തിന്റെ അനുഗ്രഹത്തിനായി ദർശനം കിട്ടിയെന്ന് നാം വായിക്കുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം. മതി. അതിനുശേഷം അബ്രഹാമിന്റെ ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. വളരെ ശക്തമായി അബ്രഹാമിന്റെ ജീവിത സാഹചര്യങ്ങളെ ഉറപ്പിക്കുക. ഈ 14-ാം അധ്യായത്തിലെ 4 രാജാക്കന്മാരുമായി യുദ്ധം ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ ദൈവം കൂടെ ഇരുന്നത് കൊണ്ട് അതിൽ ജയാളിയായി, പിന്നീട് ദൈവത്തിന്റെ കരം അബ്രഹാമിനോട് കൂടെ എന്ന് ആ യുദ്ധ സാഹചര്യങ്ങളെ ഉറപ്പിച്ചുകൊണ്ടാണ് ആ വാക്യം പറയുന്നത്. ആമേൻ. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. പരിചയം നമുക്ക് എന്തിനാ? ഇത് ഏതൊരു പ്രശ്നത്തിനും പരിഹാരകനായി, പോർക്കളത്തിൽ ഒരു യുദ്ധത്തിന് നമുക്ക് തടയിടുവാൻ പരിച ഉപയോഗിക്കുന്നു. അതുപോലെ കഴിഞ്ഞ 14-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, വലിയ പ്രതിസന്ധികൾ നേരിട്ടപ്പോൾ അബ്രഹാമിന് തുണ നിന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് 15-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അബ്രഹാം നേരിട്ട് ദൈവിക ദർശനത്തിലൂടെ അബ്രഹാമിനെ ഉറപ്പിക്കുക. അബ്രഹാമേ, ഞാനാ നിന്റെ പരിച, ആമേ, നിനക്ക് അതിമഹത്തായ പ്രതിഫലവും ഞാൻ തരും. അതുകൊണ്ട് ഈ പോർക്കളത്തിൽ പരാജയപ്പെടേണ്ടതില്ല, നിന്നോട് കൂടെ ഞാനുണ്ടെന്ന 14-ാം അധ്യായത്തിൽ ദശാംശം കൊടുത്ത അബ്രഹാം ദൈവത്തോട് നീതീകരണം കാണിക്കുന്നുണ്ട്. ആമേൻ. ആരാധന കഴിക്കുന്നുണ്ട്. ആമേൻ. ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ദൈവത്തോട് പറ്റി നിൽക്കുന്ന ഒരു അബ്രഹാമിനെ അവിടെ കാണുകയാണ്. അപ്പോഴാണ് ദൈവം അവനെ ഉറപ്പിക്കുന്നത്, ഞാൻ നിന്റെ പരിചയമാണ്, അതിമഹത്തായ പ്രതിഫലമാണ്. ആമേൻ. അപ്പോൾ ദർശനം ചില അനുഗ്രഹങ്ങളിലേക്ക് നമ്മെ നടത്തും. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകരെ ദർശനമുള്ളവരെ അനുഗ്രഹത്തിലേക്ക് നടത്തിയതായി നാം കാണുന്നുണ്ട്. ആമേൻ. 1 അബ്രഹാം, 2 യാക്കോബ്. യാക്കോബ് 46-ാം അധ്യായത്തിൽ ദൈവത്തോട് ആ വാക്യം നമുക്ക് നോക്കിയാൽ 46-ന്റെ ഉൽപ്പത്തി 46-ന്റെ 2-ാം വാക്യം വാഗ്ദത്തത്തിനായി ഒരു ദർശനം കാണുന്നുണ്ട്. ഉൽപ്പത്തി തന്നെ 46-ന്റെ 2-ാം വാക്യം. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനങ്ങളിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിച്ചതിന് ഞാൻ ഇതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. ഇസ്രായേലിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട, അവിടെ ഞാൻ നിന്നെ വലിയ ജാതിയാക്കുമെന്ന് അരുളി ചെയ്തു. ഞാൻ നിന്നോട് കൂടെ ഇസ്രായേലിലേക്ക് പോരും, ഞാൻ നിന്നെ മടക്കി വരുത്തും. സമയക്കുറവുകൊണ്ടാണ്. ദൈവം ഇസ്രായേലിനോട് രാത്രി ദർശനത്തിൽ യാക്കോബേ യാക്കോബേ എന്ന് വിളിക്കുന്നതിന് ഞാനിതാ എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ, ഞാൻ ദൈവമാകുന്നു, നിന്റെ പിതാവിന്റെ ദൈവം തന്നെ. ഇസ്രായേലിലേക്ക് പോകുവാൻ ഭയപ്പെടേണ്ട എന്ന് പറയുന്നു. ഈ 15-ാം അധ്യായത്തിൽ അബ്രഹാമിന് ദൈവം ഒരു വാഗ്ദത്തം കൊടുക്കുന്നുണ്ട്. അവൻ, നിന്റെ തലമുറ 400 വർഷം മിസ്രൈമിലായിരിക്കും, അവിടെ നിന്ന് ഈ തലമുറയെ ഞാൻ കൊണ്ടുവരും. ഈ വാഗ്ദത്തമാണ് യാക്കോബിലേക്ക് പകരപ്പെടുന്നത്. ആമേൻ. ചില വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നാണ് ദൈവം ചില ഘട്ടങ്ങളിലേക്ക് കടത്തിവിടുന്നത്. മിസ്രൈം ഒരിക്കലും ദൈവജനത്തിന് അനുകൂലമല്ല, പക്ഷെ ദൈവം അവരോട് കൂടെയുണ്ട്. മിസ്രൈമ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ മടക്കി വരുത്തുമെന്ന് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. അതുകൊണ്ടാണ് ആ ദർശനം യാക്കോബിനെ പേർ ചൊല്ലി വിളിച്ചാ പറയുന്നത്. യാക്കോബ് അത് ഏറ്റെടുത്ത് ഭയപ്പെടാതെ മിസ്രൈമിലേക്ക് പോകുന്നതും 70 പേരായി അതിഥികളായി പോയവർ അവിടെ ദീർഘവർഷങ്ങൾ അടിമകളായി കഴിയുകയും പിന്നീട് ദൈവം അവരെ ഒരു ജനമായി സമൂഹമായി മടക്കി വരുത്തുന്നതും നാം വായിക്കുന്നുണ്ട്. ആമേൻ. യാക്കോബിനോടുള്ള ദർശനം പിതാക്കന്മാരിലൂടെ വന്ന ആ വാഗ്ദത്ത അനുഗ്രഹങ്ങൾ അവർ ഒരു പീരീഡ്, ഒരു കാലഘട്ടം, ഒരു 4 തലമുറ കർത്തതയിലേക്ക് പോയുവെങ്കിലും ദൈവം അവരെ മടക്കി വരുത്തുന്നതായി വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുക. അതുകൊണ്ട് ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടും. സമയം എത്ര കഴിഞ്ഞാലും അത് നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. എത്ര പേരുടെ ഉള്ളത്തിൽ ഒരു ശുഭാപ്തി വരുന്നുണ്ട്? ആമേൻ. നമ്മുടെ ഹൃദയങ്ങളൊന്ന് ദൈവത്തോടൊന്ന് അടുത്ത് ചെല്ലുക. ആമേൻ. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ ജീവനുള്ള ദൈവമാണ്.
ജീവിതത്തിന്റെ പ്രയാസഘട്ടങ്ങളിൽ ദൈവത്തോട് നാം ചേർന്ന് നിൽക്കുമ്പോൾ അവൻ നമ്മെ സൗഖ്യദായകനായി, വിടിവിക്കുന്നവനായി, ജീവൻ പകരുന്നവനായി നമ്മോട് കൂടെയുണ്ട്. പുതിയ നിയമത്തിലെ ഒരു ചിന്തയും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആമേൻ. പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായം. അതിൽ അപ്പോസ്തലനായ പൗലോസിന് ദൈവത്തിന്റെ ഒരു ദർശനം കിട്ടുന്നുണ്ട്. ആ ദർശനത്തിനായി പൗലോസ് ജീവിതം ക്രമീകരിക്കപ്പെടുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, വായിക്കാമോ? അപ്പോസ്തലപ്രവൃത്തി 16-ാം അധ്യായം 12 മുതൽ വേദം. മക്കെദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണം റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം ഒമ്പതൊന്ന് കയറി വായിക്കണേ. 9 കയറി വായിച്ചിട്ട് അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കെദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നു. നീ മക്കെദോന്യയ്ക്ക് വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. ഞങ്ങൾ ഉടനെ മക്കെദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമദ്രോമിയിലേക്കും പിറ്റേന്നാൾ നവപ്പൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നു. ഇത് മക്കെദോന്യയുടെ ആ ഭാഗത്തെ ഒരു പ്രധാന പട്ടണവും റോമാക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. സമയക്കുറവുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാം. 9-ാം വാക്യത്തിൽ 16-ാം വാക്യത്തിൽ പൗലോസ് ഒരു ദർശനം കാണുന്നു. പൗലോസ് കണ്ട ദർശനം ഇങ്ങനെ: രാത്രിയിൽ മക്കെദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്നും നീ മക്കെദോന്യയ്ക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്ക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. ആമേൻ. അപ്പൊ ഇതിനു മുമ്പ് പൗലോസും ശിലാസും പോകാനിരുന്ന വഴി കർത്താവ് തന്നെ തിരിച്ചു വിടുകയാണ്. യേശു തന്നെയാണ് ഈ വഴി തിരിച്ചു വിടുന്നത്. ഈ വഴിയിലൂടെ പോയ പൗലോസിന് ആ ദർശനത്തിന്റെ സാധ്യതയിൽ ആദ്യം വെളിപ്പെട്ടത് ഒരു സ്ത്രീയാണ്. ആ വാക്യം ഇങ്ങനെ വായിക്കുന്നത്: ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ, അതിനു മുമ്പ് മുകളിൽ ഒരു വാക്യം പറയുന്നുണ്ട്. 13 ശബ്ദ നാളിൽ ഞങ്ങൾ ഗോപുരത്തിന്റെ പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. ഒഴിവക്കത്തിരുന്നു. അവിടെ കൂടി വന്ന സ്ത്രീകളോട് സംസാരിച്ചു. തുയതേറിയ പട്ടണക്കാരത്തിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദ്ധ്യ എന്ന് പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ചത് ശ്രദ്ധിക്കേണ്ടത് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. ആമേൻ. വാസ്തവത്തിൽ പൗലോസിന്റെ ഹൃദയത്തിലെ ചിന്ത മക്കെദോന്യ പുരുഷന്മാരെ കാണുമെന്ന് ഓർത്തുകൊണ്ടാണ് കടന്നു ചെന്നത്. പക്ഷെ ആദ്യം വെളിപ്പെട്ടത് ഒരു സഹോദരിയാണ്. ആ സഹോദരിയോട് സുവിശേഷം അറിയിച്ചപ്പോൾ ദൈവം അവളുടെ ഹൃദയത്തെ തുറന്നെന്ന്. അപ്പൊ സുവിശേഷത്തിന്റെ വാതിൽ അവിടെ തുറക്കുകയാണ്. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുകയാണ്. പിന്നീട് അടുത്ത 16-ാം വാക്യത്തിൽ വരുമ്പോൾ, ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞ് യജമാനന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. അവൾ പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അവൾ നാളുകൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട് അവളെ വിട്ട് പോകുവാൻ ഞാൻ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികൾ തന്നെ അത് അവളെ വിട്ടു പോയി. ആമേൻ. പൗലോസിനെയും ശീലാസിനെയും പുകഴ്ത്തി പറഞ്ഞപ്പോൾ പൗലോസ് അവളിലുള്ള പുകഴ്ചയും ബഹുമാനത്തെ അല്ല കണ്ടത്. അസഖ്യമാകുന്ന ചില പ്രവൃത്തികൾ അവളിലൂടെ കണ്ടപ്പോൾ അവളിലുള്ള ഭൂതത്തെ പൗലോസ് യാചിച്ചത്. ആമേൻ. നമ്മളെ പ്രലോഭിക്കുവാൻ, നമ്മുടെ ചിന്തകളിൽ നിന്ന് മാറ്റുവാൻ പലപ്പോഴും ശത്രു നമ്മുടെ ചിന്തയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഈ സഹോദരി അങ്ങനെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ പൗലോസ് ദൈവാത്മാവിൽ അവളിലുള്ള ഭൂതത്തെ ശാസിച്ചപ്പോൾ അനേകർക്ക് നേട്ടമുണ്ടായി കൊടുത്തിരുന്ന ഒരു സഹോദരിയായിരുന്നു ആ സമൂഹത്തിൽ. അവിടെ അവർക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെയുള്ള ചരിത്രം നമുക്കറിയാം. പൗലോസിനെയും ശീലാസിനെയും അവരെ കോൽ കൊണ്ട് തല്ലി, അവരെ വസ്ത്രമഴിച്ചു, അവരെ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിലേക്ക് കൊണ്ടാക്കി, അകത്തെ തടവിലാക്കി, കാവൽക്കാരെ അവരെ കാത്തു ഇരുന്നു. അപ്പോൾ ദർശനം കിട്ടിയ പൗലോസിന് മക്കെദോന്യ പുരുഷന്മാരെ സഹായിപ്പാൻ കടന്നു ചെന്ന പൗലോസിന് അനുഭവങ്ങൾ വ്യത്യസ്ത നിലകളിലായി. ശക്തമായ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നു, പ്രതികൂലങ്ങൾ നേരിടേണ്ടി വന്നു. എന്നാൽ അർദ്ധരാത്രിയിൽ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ ഉള്ളറയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ബന്ധനങ്ങൾ അഴിഞ്ഞു.
ചില കെട്ടുകൾ അഴിഞ്ഞപ്പോൾ ആമേൻ അവർ ചോദിച്ചു വരികയാണ്. ഈ മക്കതോന്യ പുരുഷന്മാര് അവൻ തന്നെ ആ വ്യക്തി തന്നെ ചോദിക്കുകയാണ്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്തു ചെയ്യണം? ആമേൻ. ഇപ്പോൾ ദർശനം അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ചില വഴികളിലൂടെ സഞ്ചരിച്ചുവെങ്കിലും ഒടുവിൽ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, യജമാനന്മാരെ രക്ഷ പ്രാപിപ്പാൻ ഞാൻ എന്ത് ചെയ്യും? നീ കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഒറ്റ വാക്കുകൊണ്ട് ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടു. ശത്രു പലപ്പോഴായി തകർക്കാൻ പദ്ധതി ഒരുക്കി, വഴികളിൽ നിന്ന് മാറ്റുവാൻ പദ്ധതി ഒരുക്കി. എന്നാൽ ദൈവത്തിന്റെ കൃപ അവരോട് കൂടെ ഉണ്ടായിരുന്നു. യേശുവാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചത്. അതുകൊണ്ട് ദൈവം അവരോട് കൂടെയിരുന്നു. ആ ദർശനം പൂർത്തീകരിപ്പാൻ ഇടയായി തീർന്നു. അവർ വീടടക്കം ആനന്ദിച്ച് ദൈവത്തിന്റെ പ്രവൃത്തിയിൽ സന്തോഷമുള്ളവരായി തീർന്നു. ആമേൻ. വേദപുസ്തകത്തിൽ അനേകർ ഇങ്ങനെ ദർശനം പ്രാപിച്ചവരുണ്ട്. അതിനായി കാത്തിരുന്നു. അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തുവാൻ ദൈവം അവരെ സഹായിച്ചുവെങ്കിൽ ആമേൻ, നമ്മോട് കൂടെയും കർത്താവുണ്ട്. ആമേൻ. ദർശനത്തിന് ഒരു അവധി വെച്ചു നോക്കുക. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. കാലം എത്ര കഴിഞ്ഞാലും അത് നമ്മിലേക്ക് തന്നെ മടങ്ങി വരും. ഈ വാക്കുകൾ, വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരട്ടെ. ഈ പ്രാർത്ഥനയ്ക്ക് അത് അനുഗ്രഹമായി തീരട്ടെ. അവസരം തന്ന ദൈവഭക്തന്മാർ